ഗൈസ് നമുക്കൊരു ചെയർമീൻ എടുത്തിട്ടുണ്ട്. ഗൈസ് നമ്മളിത് നാച്ചുറൽ ഫ്രോഗിൻ്റെ ജെറ്റ് എന്ന് പറഞ്ഞൊരു ഫ്രോഗ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു ഫ്രോഗ്. അപ്പം നമ്മളിവിടെയൊക്കെ പാടത്ത് വെള്ളമൊക്കെ പറ്റിയപ്പം ചാലിലോട്ടൊക്കെ ചെറിയ വെള്ളം ഇറങ്ങി, ചെറിയ ചാലുകളിലൊക്കെ ഇപ്പം വരാലുകളുണ്ട്. അപ്പോൾ അവന്മാരെ പിടിക്കാൻ വേണ്ടി നമുക്ക് കുഞ്ഞു ഫ്രോഗേ പറ്റത്തുള്ളൂ. വലിയ ഫ്രോഗ് എറിഞ്ഞാൽ അടി പൊട്ടത്തില്ല. നമ്മളിതേ 350 രൂപ കൊടുത്ത് ജെറ്റ് എന്ന് പറഞ്ഞ് നാച്ചുറൽ ഫ്രോഗ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കോട്ടയത്ത് ഒരു കോമ്പാക്റ്റ് എന്ന് പറഞ്ഞ ഫ്രോഗുമായിട്ട് പോയി നമ്മൾ ചെയർമീൻ പിടിക്കുന്ന വീഡിയോ ഉണ്ട്. അതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം. അപ്പം മെയിനായിട്ടും അതാണ് കണ്ടൻറ്റ്, ചെയർമീൻ പിടിക്കുന്നത്. അപ്പം ഇത് വെച്ച് നമുക്ക് അത്യാവശ്യം ഒരു 3-4 വരാലെന്താ കിട്ടിയിട്ടുണ്ട് ഈ ഫ്രോഗിൽ ഉൾക്കാരണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ. അപ്പം നിങ്ങൾ ആദ്യമേ പോയി നമ്മുടെ ചെയർമീൻ പിടിക്കുന്ന വീഡിയോ കോട്ടയത്ത് പോയി കണ്ടിട്ട് വരിക. കോട്ടയത്ത് പോയത് പക്ഷേ ജെമിനി ഫ്രോഗ് നമുക്ക് മിസ്സായിപ്പോയി. അവിടെ ഒരു മരത്തെ ഉടക്കി പോയി. അപ്പം നമ്മൾ കോമ്പാക്റ്റുമായിട്ടാണ് പോയത്. അപ്പം ജസ്റ്റ് ഒന്ന് ഈ ഫ്രോഗ് എത്ര ഗ്രാം ഉണ്ടെന്ന് കാണിച്ചു തരാം. ഇത് 6 ഗ്രാമും 4 സെൻറ്റിമീറ്ററുമാണ് ഫ്രോഗ്. ഇത് നാച്ചുറൽ ഫ്രോഗിൻ്റെ ജെറ്റ് എന്ന് പറയുന്ന ഫ്രോഗാണ്. അപ്പം ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫ്രോഗ്. അടിപൊളി ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. സ്പിന്നറൊക്കെ വേറൊരു ടൈപ്പ് സ്പിന്നറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 3D ലുക്കൊക്കെ ഉണ്ട്. സാധനം ഇതേപോലെ ഇത്രേ ഉള്ളൂ. ഒരു വിരലിൻ്റെ വലിപ്പം പോലും ഇല്ല. കുഞ്ഞു ഫ്രോഗാണ്. അപ്പം നമുക്ക് ഇന്ന് ഇത് വെച്ചാണ് ഫിഷിങ്. അപ്പം നേരെ പോയി കോട്ടയത്തെ വീഡിയോ കണ്ടിട്ട് വരും. ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സ്നേക്ക് കട്ട് ഫിഷിങ്ങിന് പോകണം, ബുൾ സ്നേക്ക് കട്ട് പിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കോട്ടയം പോവുക. നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ വന്നിരിക്കുക. അപ്പോൾ അവൻ ചോറ് കഴിക്കുക. അവന് ചോറ് കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ഇവിടുന്ന് ഫിഷിങ്ങിന് പോകും. അപ്പോൾ നമ്മളൊരു ഫ്രോഗും മേടിച്ചിട്ടുണ്ട്. നമുക്ക് കോട്ടയത്ത് ചെന്നിട്ട് കാണാം. അപ്പോൾ ഫ്രോഗ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ച് തന്നെ പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ റിയൽ വാലിയുടെ കോമ്പാക്റ്റ് എന്ന് പറഞ്ഞൊരു ഫ്രോഗ് നമ്മൾ മേടിച്ചിരിക്കുന്ന ഒരു ഡബിൾ സ്പിന്നറാണ് വന്നിരിക്കുന്നത്. പിന്നെ ഫ്രോഗിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ഗ്രാം 6.5 സെൻറ്റിമീറ്റർ 450 രൂപയുടെ ഒരു ഫ്രോഗാണ്. ജസ്റ്റ് ഞാൻ ഫ്രോഗ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. അതുകൊണ്ട് ഇതാണ് ഫ്രോഗ്. ഇതേ കണ്ട കോമ്പാക്റ്റ്. ഇതൊരു കറക്റ്റ് ഒരു ഡക്കിനെ കണക്കൊക്കെ ഇരിക്കുന്നത്, നമ്മുടെ താറാവിനെ കണക്കൊക്കെ ഇരിക്കുന്നുണ്ട. പിന്നെ വേറെ ടൈപ്പ് സ്പിന്നറൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത് വെച്ചാണ് ചെയർമീൻ പിടിക്കാൻ പോകണം. നമ്മൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് നമ്മൾ കരുതുന്നു. കുറേ പേര് കണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ. അപ്പോൾ നേരെ നമുക്ക് കോട്ടയം ചെന്നിട്ട് നേരെ ഫിഷിങ്ങിലേക്ക് പോകാം. അപ്പോൾ നേരെ നമുക്ക് കോട്ടയത്തോട്ട് പോകാം. പൈസ നമ്മളിത് വണ്ടിയിൽ ചൂണ്ടയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് സ്പോട്ടിലേക്ക് പോകാം. ഒരു ചാനലുണ്ട് യൂട്യൂബിൽ, ഞാൻ മീൻ പിടിക്കുന്നത്. ഞങ്ങൾ അമ്പലപ്പുഴയിൽ നിന്ന് തരുമോ? നമ്മൾ താണ്ട ചൂണ്ടയിടാനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കോമ്പാക്റ്റിൻ്റെ ഫ്രോഗ് എടുക്കാനായിട്ട് പോകുന്നതാണ്ട. ഇത് ചൂണ്ടയിടാനേ വന്നതാണ്. അപ്പോൾ കോമ്പാക്റ്റിൻ്റെ ഫ്രോഗ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന സ്പോട്ടിലൊക്കെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങ് ഈയിടയ്ക്ക് ഇവിടെ കുമരകത്ത് 2-3 ദിവസത്തിന് മുമ്പ് ഒന്ന് ചെയർമീൻ കിട്ടിയായിരുന്നു. 4 ചെയർമീൻ കിട്ടി. അതാ കുമരകം മറ്റേ മാർക്കറ്റ് ഉണ്ടല്ലോ, വിലക്കുറവാ. പിന്നെ നമ്മളൊരു രസത്തിന് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വരുന്നതല്ലേ. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് എയർ എറിഞ്ഞിട്ടുണ്ട്. ഇതിലാരെ പോയടാ. കുമരകത്ത് ഒരു വൻ കാടാണിത്. കാടിൻ്റെ അകത്തൊരു വീടുണ്ട്. അപ്പം ഈ കാണുന്ന സ്പോട്ടിലൊക്കെ ചെയർമീൻ അടിക്കും. ചുമ്മാ ഇട്ട് അനക്കി കൊടുത്തു കഴിഞ്ഞാൽ മീൻ അടിക്കും. ഏറ്റവും കൂടുതൽ ചെയർമീൻ നിൽക്കുന്നത് ഇതിൻ്റെ ഇടക്കൊക്കെ. എടാ അത് ഇവിടെ നിന്ന് അനക്കി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ അടിയിൽ നല്ല വൻ കാടാണ്. നമ്മൾ കാടിൻ്റെ അകത്തൂടെ ഇങ്ങനെ പോകുക. റാഫി ഇതേ കണ്ടു. ഇതിൻ്റെ അടിയിലൊക്കെ എൻ്റെ അടിയിൽ ചെയർമീൻ, മുട്ടി ചെയർമീൻ കാണും ഇതിൻ്റെ അടി. ചുമ്മാ ആയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. പറന്നോന്നടിക്കും കേട്ടാ. എൻ്റെ മോനെ മുട്ടും ചെയർമീൻ. ഇത് എൻ്റെ അടിയിൽ പോണത് പാഞ്ഞു വന്ന് വെള്ളം നീ അവിടെ നീ എടാ ഇതിനകത്ത് ചെയർമീനുണ്ട് കേട്ടാ. അടി പൊട്ടും. നമുക്ക് നീന്താൻ വരാം. എന്തായാലും ഇറങ്ങിയത് 2 കാസ്റ്റിംഗ് കൂടെ ചെയ്ത് നോക്കായിരുന്നു.
ഗൈസ് നമ്മുടെ ഫ്രോഗ് പോയി, അതുകൊണ്ട് ഫ്രോഗ് എടുക്കാനായിട്ട് പോവാം. ഗൈസ് നമ്മുടെ ജെമിനിയുടെ ഫ്രോഗിൽ തീരുമാനമായി. നമ്മൾ ദാണ്ട് ആ കാണുന്ന ലൊക്കാലിറ്റിയിലൊക്കെ പോയി എറിഞ്ഞത് അക്കരെ നിന്ന്, പക്ഷേ ഫ്രോഗ് കിട്ടിയില്ല. ഫ്രോഗ് പൊട്ടിപ്പോയി അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ. ഫ്രോഗിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പോൾ നമുക്ക് വേറൊരു ഫ്രോഗ് ഉണ്ട്, നമുക്ക് അതെറിഞ്ഞ് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ചേർമീൻ കിട്ടിയ ഫ്രോഗായിരുന്നു, നല്ല അടിപൊളി ഫ്രോഗായിരുന്നു അത്. അത് പോയി. ഗൈസ് നമുക്കൊരു ചേർമീൻ അടിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ എന്താ പേശ് താനം എന്താ എങ്ങനെയുണ്ടോ റാബി? ഞാൻ നോക്കരുത് അതിൻ്റെ ഇടയ്ക്ക് ഓടി വരുന്നടാ. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ നിന്ന് ഒരുത്തം കയറുന്നത്. ഒരു 1 kg പ്ലസ് ഉള്ള ഒരു ചേർമീൻ കയറിയിട്ടുണ്ട്. നമ്മുടെ ഫ്രോഗ് പോയ വിഷമത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഫ്രോഗ് പോയ ആ ഫ്രോഗ് ഇവിടെ ഒരു മരത്തിൻ്റെ അടിയിൽ പോയി, പക്ഷേ അത് പോയിട്ട് കാണുന്നില്ല. അപ്പോൾ നമ്മുടെ പുതിയ ഫ്രോഗിൽ ചേർമീൻ കയറിയിട്ടുണ്ട്. 1 kg പ്ലസ് കാണും കേട്ടോ. ഇതാ ഇത് കണ്ട, വലിയ വലിപ്പമൊന്നുമില്ല കേട്ടോ. അവന് കിട്ടിയ ചേർമീൻ കണ്ട, അതാ ഇത് വലിയ വലിപ്പമില്ല. 2 ചേർമീൻ നമുക്ക് മൊത്തം കിട്ടിയിട്ടുണ്ട്. എന്താ ഇച്ചിരി ബാക്കിലോട്ട് ഇറങ്ങി. അപ്പം നമുക്കതാ എനിക്ക് ഒന്നും കൂടെ ഗൈസ് നമുക്കിതേ ഒരു ചേർമീൻ കയറിയിട്ടുണ്ട്. ഇതാ അത്യാവശ്യം നല്ല വലിയ ചേർമീൻ എന്നൊന്നും പറയുന്നില്ല, ഒരു 1 kg ഒക്കെ കാണത്തുള്ളൂ. ഇതാ നമ്മുടെ കോമ്പാക്റ്റിൻ്റെ പുതിയ ഫ്രോഗിൽ പെട്ടെന്നുള്ള അടിയായിരുന്നു. പിന്നെ അതാ നമ്മുടെ കൂടെ വന്നതിന് കിട്ടിയ ചേർമീൻ ഇതാണ്ട. ഇത് കുഴപ്പമില്ല, ഇതൊരു 1 kg സൈസ് വലിപ്പമുള്ളൊരു ചേർമീൻ കേട്ടോ. പിന്നെ നമ്മുടെ ചേർമീൻ ഇതാണ്ട് ഇതാ. അപ്പോൾ അതേ 2 ചേർമീൻ ഇന്ന് കോട്ടയത്ത് വന്നിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോ കിട്ടുമെന്ന് അറിയത്തില്ല സ്ട്രൈക്കിൻ്റെയൊക്കെ. ഉണ്ട് അവിടെ ഒരു മീൻ നിപ്പുണ്ട്, വെട്ടി. ആ അതിൻ്റെ ഇടയിൽ ചേർമീന് ഇല്ലില്ല, ചൂണ്ട കിട്ടില്ല, അത് കയറി വെട്ടി ചൂണ്ടക്കകത്ത്. അതിൻ്റെ അടിയിൽ നിപ്പുണ്ട്. ഒരു ചൂണ്ട എൻ്റെ പൊട്ടിപ്പോയി അവിടെ ഒരു സ്ഥലത്ത് മരത്തിനടക്കെ. ഒരെണ്ണമായിട്ടുള്ള ചെറുതാ അത്. ആ 2 ചേർമീൻ, ഒരെണ്ണം പോയി. പോയാലോ അവിടെ 6 മണിയൊക്കെ ആകുമ്പോൾ ചെന്നാലും മതി. പോവാന്ന് ഗൈസ് നമ്മൾ വന്നപ്പം കണ്ടത് അതെ ഉടുമ്പ് ചത്ത് കിടക്കുന്നത്. ഇത് കണ്ട ഉടുമ്പിൻ്റെ കുഞ്ഞാണ്. എന്ത് പറ്റിയതാണ് നടക്കുന്നത്. ഉറുമ്പൊക്കെ കടിച്ച് ഇട്ടിരിക്കും. അതെ ചെറിയൊരു ഉടുമ്പ. അപ്പോൾ കഴിച്ച് നമ്മൾ മീനെ കൊടുത്തിട്ട് പൊറോട്ട കഴിക്കാനായിട്ട് ഒരു കടയിൽ വന്നിട്ടുണ്ട്.
മീൻ നമുക്ക് കൊടുത്തിട്ട് കിട്ടിയത് മൊത്തം എത്ര രൂപ എത്ര? മൊത്തം 360 രൂപ നമുക്ക് മൊത്തം കിട്ടി. 2 ചേർമീൻ കൊടുത്തു. ആകെ 2 മീനേ കിട്ടിയുള്ളൂ. നമ്മുടെ ഫ്രോഗ് മിസ്സായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ പൊറോട്ട കൊണ്ടുവരുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല. ആകാശം നമ്മൾ പൊറോട്ട മേടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ 3 പൊറോട്ടയും മേടിച്ചിട്ടുണ്ട്. പിന്നെ ചാറ് കറി, പിന്നെ ചിക്കൻ 65 മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം. ഫസ്റ്റ് 2 ചിക്കൻ 65 കുറച്ചെടുത്ത് ഇടുക. എടാ നീ എടുത്തോ ഒരു സവോള. ചാറ് വെച്ചിട്ട് ഓക്കെ. നമ്മളിങ്ങനെയാണ് പൊറോട്ട മേടിച്ചിരിക്കുന്നത്. ഗൈസ്, നമ്മുടെ ജെറ്റിൻ്റെ ഫ്രോഗിൽ ഒരു വരാൽ കിട്ടിയിട്ടുണ്ട്. ഇതാ നാച്ചുറൽ ഫ്രോഗ് ജെറ്റ്. കുഴപ്പമില്ലാത്തൊരു വരാലാട്ടാ. നമ്മുടെ ഫ്രോഗ് ഞാൻ കാണിച്ചില്ല. പെട്ടെന്നുള്ള അടിയായിരുന്നു. അപ്പോൾ വീഡിയോ കിട്ടിയെന്ന് തോന്നുന്നു. നമ്മുടെ നാച്ചുറൽ ഫ്രോഗ് ജെറ്റ് ഇരിക്കുന്നുണ്ടോ. കുഴപ്പമില്ലാത്തൊരു നാടൻ വരാൽ. ഗൈസ്, നമുക്കിത് അടുത്ത വരാലടിച്ചിട്ടുണ്ട് നമ്മുടെ ജെറ്റിൻ്റെ ഫ്രോഗിൽ. എൻ്റെ മോനെ അടിച്ച് കയറിയപ്പോൾ തന്നെ സാധനം വെളിയിൽ പോയി. രണ്ടാമത്തെ വരാൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ജെറ്റിൻ്റെ ഫ്രോഗ് താണ്ട് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിവനെ തൊല്ലിയിലോട്ട് ഇടാം. ഹുക്കപ്പ് കുറച്ച് ഓവറായി പോയെന്ന് തോന്നുന്നു. മീൻ അടിച്ച് കരക്കോട്ട് വന്നപ്പോൾ തന്നെ സാധനം വീണ്. രണ്ടാമത്തെ വരാലാട്ടോ. അപ്പം എന്താ 2 എണ്ണമായിട്ടുണ്ട്. ഓ പോയി ഗൈസ്. ശേ, സ്ട്രൈക്ക് ഉണ്ടായിരുന്നു ഗൈസ് ഇവിടുന്ന്. ഭാഗത്ത് മീൻ ഇപ്പോൾ കണ്ട അവിടെ വെട്ടി. അപ്പോൾ അവനെ കിട്ടുമോ നമുക്ക് നോക്കാം. ഗൈസ്, വരാൻ്റെ പുറം കാണാൻ പറ്റും കേട്ടോ. വെട്ടോ ഇല്ലയോ എന്നറിയത്തില്ല. നമുക്ക് ഒരുപാട് അടുത്തോട്ട് പോകണ്ട. വെള്ളക്കുറവാണ്. അടിച്ചാൽ കിട്ടുവാനാ. ഗൈസ്, നമുക്കൊരു വരാലടിച്ചിട്ടുണ്ട്. ദേ നമ്മുടെ ജെറ്റിൻ്റെ ഫ്രോഗിൽ 3ാമത്തെ വൻ കേട്ടോ. നമ്മുടെ ജെറ്റിൻ്റെ ഫ്രോഗ് തകർക്കുവാണ്. ഡബൽ എന്ന് പറയുന്ന ഫ്രോഗിൽ ഒരു വരാൽ കയറിയിട്ടുണ്ട്. കണ്ട, നമ്മുടെ കൂടെ വന്ന് തന്നെ ഒരു വരാൽ കിട്ടിയിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല.
ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് ഉണ്ടെന്ന് വരാല്. ഏത് ഫ്രോയിലാണ് ഇരിക്കുക? പീക്കിലാണ് വരാനടിച്ചത്. ഇങ്ങോട്ട് ചൂണ്ടണം. ഇപ്പോൾ രണ്ടുപേര് വള്ളത്തേൽ കാസ്റ്റിങ്ങിന് പോയതാണ്. സ്ലിംഗ് ഷോട്ടിൽ പിടിച്ചാണ്. സ്ലിംഗ് ഷോട്ടിൽ ഇതേ വാഹ പിടിച്ചെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. എടാ ഇത് ആകാശിൻ്റെ ഒക്കെ വള്ളമാണ് ഇത് ഇവിടുത്തെ. അല്ല അവൻ്റെ ആ വള്ളത്തിന് ആ പേര് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ആ സൈഡിലേതിരിക്കുന്നത് നല്ല വാഹയാണല്ലോ ഇത്. പുലിവാഹയല്ലേ? നെയ്മാർക്ക് കിട്ടിയ വാഹയുണ്ട്. നേരെ ഒന്ന് കാണിച്ചത് നിൽക്കുക. ഈ ചൂണ്ട പിടിച്ചേ ഒരു കരിമീനുണ്ട്. ഇത് സ്ലിംഗ് ഷോട്ടിൽ പിടിച്ചാണ്. അതാണ് സ്ലിംഗ് ഷോട്ട് ചെയ്ത് കളർന്ന് കാണിക്കണം. മറ്റേ പുലിവാഹത്. എടാ വലയെന്ന് എടുത്ത് ഒന്ന് കാണിക്കട്ടെ. ഇത് പിടിച്ചാ കത്ത് കിടക്കണോ? മീൻ ജീവനുണ്ടോ? ഇങ്ങോട്ട് മാറി പിടിച്ചു. അത്യാവശ്യം നല്ലൊരു വാഹയാണ് കേട്ടോ. ഫ്രോഗിലടിച്ചല്ലേ? സ്ലിംഗ് ഷോട്ട് കിട്ടിയതല്ലേ? സ്ലിംഗ് ഷോട്ട് കിട്ടിയതാട്ടോ. അത് ഇവിടെ ഒരു അത്യാവശ്യം നല്ലൊരു വാഹ കിട്ടിയിട്ടുണ്ട്. ഇട്ടാ കേട്ടെ.